ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. മക്കളെ, എന്നെ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ പേര് അമീൻ എന്നാണ്. ഞാൻ സൈലത്തിൽ സോഷ്യൽ സയൻസ് എടുക്കുന്ന ആളാണ്. സോ എൻ്റെ മക്കളോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ തംബ്ലൈൻ കണ്ടതുപോലെ എത്ര പെട്ടെന്നാണോ ഈ ചാപ്റ്റർ തീർക്കാൻ പറ്റുക അത്രയും പെട്ടെന്ന്. അത് വിചാരിച്ച് എൻ്റെ മക്കൾ വിചാരിക്കേണ്ട ഞാൻ ഏതെങ്കിലും പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പോർഷൻസ് കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ മക്കൾ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യേണ്ടേ ഉള്ളൂ. ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഒരു നോട്ട് എൻ്റെ മക്കൾ മുന്നിലെടുക്കുക. ഞാൻ പറഞ്ഞ സാധനങ്ങൾ നോട്ട് ചെയ്ത് എൻ്റെ മക്കൾ പോവാം. സോ നമുക്ക് ഏറ്റവും അടിപൊളിയാക്കി ഏറ്റവും ഉഷാറാക്കി എൻ്റെ മക്കൾ പറഞ്ഞുതരാൻ വേണ്ടി പോവാണ് രണ്ടാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്റർ എത്രത്തോളം അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ വരുന്ന ആൾക്കാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നിങ്ങൾക്കറിയാം, ഈ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുക എത്ര എന്ന ഡൗട്ട് ഉണ്ടാവും. മക്കളെ, ഈ ഓൺ എക്സാമിനാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. അത് മാത്രമല്ല, ഇനി പബ്ലിക് എക്സാം ആവട്ടെ, അതിനും നന്നായിട്ട് മാർക്ക് ചോദിക്കുന്ന ചാപ്റ്റർ തന്നെയാണ് ഈ ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ. സോ നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ കൃത്യമായിട്ട് എൻ്റെ മക്കൾ പറഞ്ഞു തരുന്നത്, ഷോർട്ടാക്കി ഇത് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് എൻ്റെ മക്കൾ ആദ്യം മനസ്സിലാക്കി വെക്കാം. ചില ആൾക്കാരുണ്ടാവും, എന്നെ പോലെ ഉണ്ടാവും, സാറേ ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിയും, പക്ഷെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിൽ എന്താ എന്ന് ഓർമ്മയില്ലാത്ത ആൾക്കാരുണ്ടാവും. അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യം ഒരു കീ പോയിന്റ് ആക്കിയിട്ട് എൻ്റെ മക്കൾ വെച്ചെന്നത്. ഈ കീ പോയിന്റ് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതിയെടുക്കാം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. സോ ഇങ്ങനത്തെ കീ പോയിന്റ് കിട്ടിയാൽ അടിപൊളിയാവും. യെസ് സർ, താങ്ക് യു സർ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മക്കൾ ശ്രമിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് കമൻറ്റ് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് അടുത്തേക്ക് കൊടുക്കാം. സോ ഈ ചാപ്റ്റർ എന്താ പറയാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്കറിയാം, ഈ ചാപ്റ്റർ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഫ്രഞ്ചിലെ രാജാവ് എങ്ങനെ നിങ്ങൾക്ക് അറിയാലോ. ഫ്രഞ്ചിലെ രാജാവിനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയത് ലക്ഷറിയസ് ആയി ജീവിച്ച ആളായിരുന്നു, ഡെസ്പോയിറ്റിക് ആയിരുന്നു ആള്. മാത്രമല്ല എന്തും പറയാൻ പറ്റും നമുക്ക്, സ്കണ്ടേഴ്സ് അഥവാ ഓട്ടോക്രാറ്റിക്കും ആണ്. ഓട്ടോക്രാറ്റിക്, ലക്ഷറിയസ്, ഡെസ്പോയിറ്റിക്, സ്കണ്ടേഴ്സ്. ഓട്ടോക്രാറ്റിക് ഏകാധിപതിയാണ്, ആഡംബരമായിരുന്നു. മാത്രമല്ല കൃത്യമായിട്ട് സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. ആ രാജാവായിരുന്നു അവിടുത്തെ കാരണം, ഒന്നാമത്തെ കാരണം. ആ കാരണങ്ങൾ പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ നടക്കാൻ കാരണം ഒന്ന് രാജാവാണ്. രാജാവ് എന്ത് ചെയ്തതിന് സൊസൈറ്റിയെ മൂന്നെണ്ണാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ എക്കണോമിക് ക്രൈസിസ്, ഇതാണ് കാരണം. ആ കാരണങ്ങളിൽ എന്ത് ചെയ്യുന്നു, ക്രൈസിസ് ഉണ്ടാകുന്നു. ഈ ക്രൈസിസുകളൊക്കെ എന്ത് ചെയ്യുന്നു, അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ഐഡിയോളജികളാണ് എന്ത് ചെയ്യുന്നത്, ഇത് മൊത്തം പുറത്തേക്ക് എത്തിക്കുന്നത്. ആ മൂന്ന് ഐഡിയോളജിസ്റ്റുകൾ ഉണ്ടല്ലോ, അവരുടെ പേര് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അവരെങ്ങനെ പഠിക്കണം എന്ന് എല്ലാ ക്ലാസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ മക്കൾ കാണാം. പിന്നെ അതിനുശേഷമാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ഒരു എസ്റ്റേറ്റ് ജനറൽ കൂടിച്ചേരുന്നത്. അവിടുന്ന് പ്രശ്നമാണ്, 3 പ്രശ്നങ്ങളാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഒന്നാണ് ടെന്നീസ് കോർട്ട് ഓത്തിന് ശേഷമാണ് ഒരു എന്ത് ചെയ്യുന്നത്, ബാസ്ലോ പ്രിസണൊക്കെ തകർക്കുന്നൊക്കെ. പിന്നീട് സെപ്റ്റംബർ കൂട്ടക്കൊലയോടെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഇഷ്യൂ മൊത്തമായിട്ട് മാറ്റിമറിയുന്നത്. അവസാനം എന്ത് ചെയ്യുന്നു, നമുക്ക് റവല്യൂഷൻ കിട്ടുന്നു. റവല്യൂഷൻ കിട്ടിയപ്പോഴുള്ള പോയിന്റുകൾ, അവസാനം റവല്യൂഷൻ കിട്ടുമ്പോൾ രാജാവ് ഉണ്ടായിരുന്നോ, ഇല്ല. പിന്നീട് ഇവിടെ വെച്ചതാരാണ്, നെപ്പോളിയൻ. ഇതാണ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, റെഡി ആണല്ലോ, നമുക്ക് നോക്കിയാലോ. യെസ്, ഫ്രഞ്ച് വിപ്ലവം. ആദ്യം മനസ്സിലാക്കിയേണ്ടത് എൻ്റെ മക്കളെ, നിങ്ങളോട് ഒറ്റ കാര്യം പറയാ, ഫ്രഞ്ച് വിപ്ലവത്തെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഇതും ഒന്ന് വെറൈറ്റി ആക്കിയതാണ്. അപ്പോൾ ടീച്ചേഴ്സ് എന്ത് പറയുക, വായിക്കുമ്പോൾ ഈ കുട്ടിക്ക് എവിടുന്ന് ഈ പോയിന്റ് കിട്ടിയെന്ന് മനസ്സിലാക്കിക്കുക. ഫ്രഞ്ച് വിപ്ലവത്തെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ദ മദർ ഓഫ് ഓൾ റവല്യൂഷൻ. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് റവല്യൂഷൻ. ബാക്കിയുള്ള വിപ്ലവങ്ങൾക്ക്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എഴുതി തുടങ്ങണം. അപ്പോൾ ടീച്ചർക്ക് എന്ത് ചെയ്യും, ഒന്ന് ഇമ്പ്രസ് ആവും. കുട്ടി എന്ത് ചെയ്യുന്നു, ബുക്കത്തില്ലാത്തൊരു പോയിന്റ് എഴുതി എന്നുള്ളത്. വെറുതെ നിൽക്കട്ടെ കേട്ടോ. എന്നിട്ട് അറിയാലോ, രാജാവിൻ്റെ പേരെന്താണ്, ബോർബൺ. രാജാവിൻ്റെ പേരിൻ്റെ മക്കൾ മറക്കണ്ട. ഈ ബിസ്ക്കറ്റ് ആലോചിച്ചാൽ ബോർബൺ കിങ്. നോക്കാം. അപ്പം എന്താണ് റവല്യൂഷനെ കുറിച്ച് പറഞ്ഞു, രാജാവിൻ്റെ പേര് പറഞ്ഞു. നോക്കിയാലോ, വിപ്ലവം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്നല്ല 3 ഉണ്ട്. അതാണ് ആദ്യം മനസ്സിലാക്കിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണ്, ഡെസ്പോയിറ്റിക് റെജീം ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണം. മാത്രമല്ല ഫ്രഞ്ച് സൊസൈറ്റി ഹാസ് ഡിവൈഡഡ് ഇൻ ടു 3 എസ്റ്റേറ്റ്, 3 എസ്റ്റേറ്റുകളാക്കിയത്. എക്കണോമിക് ക്രൈസിസ് ഫ്രാൻസ്. ഇതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെതിരെ ഐഡിയോളജികൾ എന്ത് ചെയ്യുന്നത്, ശബ്ദം ഉയർത്തുന്നത്. ആദ്യത്തേത് ഡെസ്പോയിറ്റിക് റെജീം ഓഫ് ഫ്രാൻസ്. എങ്ങനെയാണ് ഫ്രാൻസ് സ്വേച്ഛാധിപത്യം ഉണ്ടായത് അറിയാം. ദ ബൂർബൺ ഡൈനാസ്റ്റി വാസ് റൂളിംഗ് ദ ഫ്രാൻസ്. ബൂർബൺ രാജാവായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. ദ റൂളർ വർ ഡെസ്പോയിറ്റിക്. എന്താ ഡെസ്പോയിറ്റിക്കിന്റെ അർത്ഥം മക്കളെ, സ്വേച്ഛാധിപതിയായിരുന്നു. മാത്രമല്ല ദേ ബിലീവ്ഡ് ഇൻ ഡിവൈൻ റൈറ്റ് റൂളിലാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം വിശ്വസിക്കുന്നത്. ദൈവദത്തമായിട്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്ത് വിശ്വസിക്കുന്നത്. മാത്രമല്ല ഇതിനെ കൂടെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. ലാവിഷ് ലൈഫ് സ്റ്റൈലായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ലൈഫ് സ്റ്റൈലായിരുന്നു ആൾ നിന്നത്. ലാവിഷ് ലൈഫ് സ്റ്റൈലായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ഓട്ടോക്രാറ്റിക് ആയിരുന്നു. ഇതൊക്കെ നിങ്ങൾ കൂട്ടി കൊടുക്കട്ടോ. ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയൊക്കെ ഏകാധിപതിയായിരുന്നു. ലക്ഷറിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൂർത്തനല്ല, ആഡംബര ജീവിതമായിരുന്നു ഉണ്ടായത്. സ്കണ്ടേഴ്സ്, ധൂർത്തനായിരുന്നു ഒക്കെ എന്ത് ചെയ്യാം, എൻ്റെ മക്കൾ കൂട്ടി കൊടുക്കാം. രാജാവ്
രാജാവ് അല്ലയിലെ പ്രശ്നം. രാജാവ് നാട്ടുകാരൊന്നും നോക്കുന്നില്ല. നോ, ജനങ്ങൾ ഒന്നും രീതിയിലൊന്നുമില്ല, നോക്കുന്നില്ല. മാത്രമല്ല രാജാവ് രണ്ടാമത്തെ അടുത്തിട്ടുള്ള പ്രശ്നം എന്തേനി, ഫ്രഞ്ച് സൊസൈറ്റി ഡിവൈഡ് ഇൻ ടു 3 എസ്റ്റേറ്റ്. ഏതൊക്കെ 3 എസ്റ്റേറ്റുകൾ? ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഇങ്ങനെ എസ്റ്റേറ്റുകളാക്കി മാറ്റിയിട്ടുണ്ടായിന്. ഓരോ എസ്റ്റേറ്റിനും ഓരോ പ്രത്യേകതയാണ്. നിങ്ങളുടെ ബുക്കിൽ പല രീതിയിലായിരിക്കും ഉണ്ടാവുക. ഞാൻ അതിനെ മാറ്റി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും സെറ്റപ്പ് ആക്കി മാറ്റാം. ഫസ്റ്റ് എസ്റ്റേറ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. അവർക്ക് ഒരു ടാക്സും കൊടുക്കേണ്ടിയില്ലേ. മാത്രമല്ല അടുത്ത പോയി നോക്കി അവിടെ ഏറ്റവും ദുരിതമുണ്ടല്ലേ, ഹെൽഡ് വാസ്റ്റ് ലാൻഡ്. അവർക്ക് എന്തുണ്ടായിരുന്നു? ധാരാളം ഭൂപ്രദേശം ഉണ്ടായിരുന്നു. മാത്രമല്ല അവർക്ക് കളക്റ്റഡ് ടാക്സ് കോൾഡ് തിദൈ ഫ്രം ഫാമേഴ്സ്. തിദൈ എന്ന് പറഞ്ഞ ടാക്സ് കർഷകരിൽ നിന്ന് പിരിക്കായിരുന്നു. മാത്രമല്ല 1/10 ഓഫ് ദ ടോട്ടൽ പ്രൊഡ്യൂസ് വാസ് റെമിറ്റഡ് ആസ് എ ടാക്സ്. വിളവിന്റെ 10% നികുതിയായി നൽകേണ്ടിയിരുന്നത്. അവർക്ക് 100 പെട്ടിയാൽ 10 രൂപ കൊടുക്കേണ്ടി, 6 പെട്ടിയാൽ 100 രൂപ കൊടുക്കേണ്ടി. നിങ്ങൾ വെച്ചെങ്കിൽ ആ രീതിയിൽ ടാക്സ് എന്ത് ചെയ്തിരുന്നു, അവർ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ് അവർക്ക് എല്ലാത്തും സുഖം, ഒരു എക്സംപ്റ്റഡ്, അവർക്ക് ഒരു ടാക്സ് കൊടുക്കണം, അവർക്ക് എന്തും ചെയ്യാൻ. ദാറ്റ്സ് ഓൾസോ സെക്കൻഡ് എസ്റ്റേറ്റ്. സെക്കൻഡ് എസ്റ്റേറ്റിലെ ആൾക്കാർ മാർക്കറ്റ് നൊബിലിറ്റി ഓൾസോ എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. അവരിലും ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, 2 പേരിൽ ഹെൽഡ് വാസ്റ്റ് ലാൻഡ്. മാത്രമല്ല ലക്ഷറിയസ് ലൈഫ്, അവർക്ക് ലക്ഷറിയസ് ആഡംബര ജീവിതം നയിച്ചിരുന്നത്. മാത്രമല്ല എൻഗേജ് ഇൻ മിലിറ്ററി സർവീസ് ഉണ്ടായിനി. മാത്രമല്ല അടുത്ത പോയിന്റ് ആണ് കളക്റ്റഡ് വേരിയസ് ടാക്സസ് ഫ്രോം ഫാമേഴ്സും. മാത്രമല്ല മെയ്ഡ് ഫാമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജ്. മെയ്ഡേഴ്സ് ഫാമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജ്. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നു. നിങ്ങൾ ആലോചിക്ക്, ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും ഏകദേശം ഒരേപോലെ അല്ലേ. 2 പേർക്ക് ഹെൽഡ് വാസ്റ്റ് ലാൻഡ് ഉണ്ട്, എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ് ആണ്. മാത്രമല്ല വേരിയസ് ടാക്സ് കളക്ട് ചെയ്യുന്നു. ഒരാൾക്ക് പേരുണ്ടെന്നുള്ളൂ. അപ്പം ഇതിൽ ആർക്കാണ് ഇപ്പോൾ ഇഷ്യൂ ഉണ്ടായിരുന്നത്? 3ാം എസ്റ്റേറ്റ്, സാധാരണക്കാർ. ഇത് നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. സാധാരണക്കാർ ആരൊക്കെയാന്ന് മനസ്സിലാക്കിക്കണം. മിഡിൽ ക്ലാസ്സേഴ്സ് ആയിട്ടുള്ള ട്രേഡേഴ്സ്, ലോയേഴ്സ്, ടീച്ചേഴ്സ്, ബാങ്കേഴ്സ്, ഫാമേഴ്സ്, ഇവരൊക്കെ എന്താണ് തേർഡ് എസ്റ്റേറ്റുകാരെന്ന് വിളിക്കാൻ പറ്റും. അധ്യാപകർ, ബാങ്കന്മാരൊക്കെ ഉണ്ടാവും. ഇവരുടെ അവസ്ഥ വെച്ചേക്ക്, ഇവർക്ക് ലോ സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. മാത്രമല്ല നോ റോൾ ഇൻ അഡ്മിനിസ്ട്രേഷൻ ആണ്. പേ ടാക്സ് ടു ക്ലർജിക്കും നോബിൾസിനൊക്കെ എന്ത് ചെയ്യണം, ടാക്സുകൾ കൊടുക്കേണ്ടിയിരുന്നു. ഇവർക്ക് നല്ല രീതിയിലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല ഇവരോട് എന്ത് ചെയ്യണി, മെയ്ഡ് വർക്ക് ഫാമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജിൽ ഇവരോടും പണിക്കണി. കൺസ്ട്രക്ഷൻ റോഡ്സ്, അതേപോലെ പാലങ്ങൾ ഉണ്ടാക്കാനും ഇതിനൊക്കെ എന്ത് ചെയ്യണി ഇവർ യൂസ് ചെയ്തിനി. നോക്കിയോളി, ഈ രീതിയിലായിരുന്നു ജീവിതം മുന്നോട്ട് പോയിരുന്നത്. ഇതിൽ തന്നെ പുതിയൊരു വിഭാഗം വരികയാണ്. യെസ്, അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ അങ്ങ് മനസ്സിലായല്ലോ. ഇനി ഇതിൽ തന്നെ ഒരു പുതിയ വിഭാഗം ഒന്നും കൂടി മനസ്സിലാക്കണം. ആ ചോദ്യം ഞാനിവിടെ ഇട്ട് വെച്ച് ചില ആൾക്കാർ മറന്നു പോകാറുണ്ട്. ദ റൈസ് ആൻഡ് ഡിസ്കണക്ട് ഓഫ് മിഡിൽ ക്ലാസ് ഡൈവേഴ്സ്ലി ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ ഇവാലുവേറ്റ്. മധ്യവർഗത്തിന് ഉദയവും അസംതൃപ്തിയും ഒക്കെ ഉണ്ട്. ആ സമയത്ത് ഫ്രഞ്ച് നിർണായകമായി സ്വാധീനിച്ച ആളാണ് മധ്യവർഗം. ആ മധ്യവർഗം എങ്ങനെയൊക്കെയാണ് ഉദയിച്ചത്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇതൊക്കെ നിൽക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് അവിടെ ചേഞ്ച് ചെയ്യുന്നത് മധ്യവർഗം. എ മിഡിൽ ക്ലാസ് എമേർജ്ഡ് ഇൻ ഫ്രഞ്ച് സൊസൈറ്റി ഇൻ 18th century. 18ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സമൂഹത്തിൽ ഒരു മധ്യവർഗം ഉയർന്നു വന്നു. ദ പ്രോഗ്രസ് ഓഫ് മെയ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഫ്രാൻസ് അറ്റ് ദാറ്റ് ടൈം ലെഡ് ടു റൈസ് ഓഫ് മിഡിൽ ക്ലാസ്. ഈ മധ്യവർഗം എങ്ങനെ ഉഷാറാവുന്നത്? കാർഷിക വ്യവസായ രംഗത്ത് ഇക്കാലത്തുണ്ടായ പുരോഗതിയാണ്, പ്രോഗ്രസ് ആണ് എന്ത് ചെയ്ത് ഈ തേർഡ് സ്റ്റേറ്റുകാരിലെ മിഡിൽ ക്ലാസ് ആണ് ഉഷാറായി വന്നത്. വിത്ത് ദ ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ന്യൂ സിറ്റീസ് എമർജ്ഡ്. ഇവരെ കീഴിൽ എന്ത് ചെയ്തു, പുതിയ സിറ്റീസ് വന്നു. സിറ്റീസ് ഓൾസോ എന്ത് വന്നു, പോർട്ടൊക്കെ ഇവരെ കൺട്രോൾ വന്നു. സ്വാഭാവികമായിട്ട് ഈ തേർഡ് എസ്റ്റേറ്റിലെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, നല്ല പൈസക്കാരായിട്ട് മാറി. പക്ഷെ ഇവർ പൈസക്കാരാണെങ്കിൽ നോക്കിക്കോട്ടോ, ദ മിഡിൽ ക്ലാസ് ലൈക്ക് കോമൺ പീപ്പിൾസ് ആൾസോ ഹാഡ് ടു പേ ടാക്സ് ഗവൺമെന്റ് ആൻഡ് നൊബിലിറ്റി. ഇങ്ങനെ ആണെങ്കിൽ പോലും അവർ വലിയ പൈസക്കാരൊക്കെ ആയി വന്നെങ്കിൽ ബാങ്കേഴ്സൊക്കെ അവരായിട്ടുണ്ടായിനി. ബട്ട് എന്നാൽ പോലും അവർക്ക് എന്ത് ചെയ്തിരുന്നു, നികുതി നൽകണമായിരുന്നു. അങ്ങനെ രാജ്യം പോവാണ്. ലാസ്റ്റ് ഒരു പ്രശ്നം കൂടി ഞാൻ പറയുന്നുണ്ട്. ആ പ്രശ്നമാണത് എക്കണോമിക് ക്രൈസിസ്. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഇൻ ദ 1770s ദ ഫ്രഞ്ച് അഗ്രികൾച്ചർ സെക്ടർ ഫേസ്ഡ് എ സീവിയർ ക്രൈസിസ്. എന്താണ് നോക്കിക്കോട്ടോ, കാർഷിക രംഗം കടുത്ത പ്രതിസന്ധിക്ക് എന്ത് ചെയ്തു വന്നു. ദിസ് വാട്ട് ഡിഗ്രീസ് ഓഫ് പ്രൊഡക്ഷൻ. This was due to a decrease in production. ഉൽപാദനത്തിൽ കുറവായിരുന്നു ഇതിന് കാരണം. ദിസ് ലെഡ് ടു ഇൻക്രീസ് ആൻഡ് പ്രൈസ്. എന്നൊക്കെ പ്രൈസ് കൂടി നോക്കിക്കോളി. ധാന്യങ്ങളുടെയും റൊട്ടിയുടെയൊക്കെ എന്ത് ചെയ്തു, വില മെല്ലെ മെല്ലെ കൂടി. ആ ധാന്യങ്ങളുടെ മെറ്റീരിയൽ വില കൂടിയപ്പോൾ എന്ത് ചെയ്തു, രാജാവിന് എന്ത് ചെയ്യാൻ പറ്റില്ല, താങ്ങാതെ വന്നു. രാജാവിന് പ്രഷർ വന്നു. രാജാവ് ആരെടുത്തുനിന്ന് പൈസ കടമെടുക്കാൻ തുടങ്ങി? മിഡിൽ ക്ലാസ്, ബാങ്കേഴ്സാണ് മിഡിൽ ക്ലാസ്. ബാങ്കേഴ്സിൻ്റെ അടുത്തുനിന്ന് ഇവർ പൈസ കടമെടുക്കാൻ തുടങ്ങി. പക്ഷെ ബാങ്കേഴ്സ് എന്ത് ചെയ്തില്ല, പൈസ കടം കൊടുത്തില്ല. ബാങ്കേഴ്സ് എന്ത് ചെയ്തില്ല, പൈസ കടം കൊടുത്തില്ല. ബാങ്കേഴ്സ് പറഞ്ഞു ഞങ്ങൾ കടം തരാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്ന് 3 എസ്റ്റേറ്റ് ആക്കിയില്ലേനോ? ഈ 3 എസ്റ്റേറ്റ് എന്നുള്ള സാധനം നിങ്ങൾ മാറ്റിയിട്ട് 3 എസ്റ്റേറ്റ് 3 രീതിയിലായിരുന്നല്ലോ ടാക്സ് ഉണ്ടായത്. അത് മാറ്റിയിട്ട് എല്ലാവർക്കും ഒരേപോലെ ടാക്സ് ആക്കിയാൽ മാത്രമേ ഈ മിഡിൽ ക്ലാസ്സുകാർ എന്ത് ചെയ്യുള്ളൂ, തരുള്ളൂ.
അതിലെന്ത് ചെയ്തു, രാജാവിനാകെ പ്രശ്നം വന്നു. മാത്രമല്ല അതേ സമയത്ത് തന്നെ എന്ത് ചെയ്തു, ഐഡിയോളജീസിന്റെ വാക്കുകളും ഭീകരമായിട്ട് ഇൻസ്പയർ ചെയ്തു. അപ്പം നിൽക്കട്ടെ, പ്രശ്നം തുടങ്ങുന്നത് ഈ മൂന്ന് കാരണത്തിൽ ബാങ്കേഴ്സാണ് എന്ത് ചെയ്ത് ആള് ഉറച്ചുന്നത് എല്ലാവർക്കും ഈക്വൽ ടാക്സ് ആക്കിയാലേ തരുള്ളൂ എന്നുള്ളത്. ആ സമയത്ത് തന്നെ രാജാവിനെതിരെയുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്തു, അവിടുത്തെ ഐഡിയോളജികൾ മുന്നോട്ട് വെച്ചു. വോൾട്ടേർ, റൂസോ, മോണ്ടസ്ക്യൂ. മക്കളെ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇവരുടെ ഒരു 3 മാർക്കിൻ്റെ ഒരു ചോദ്യം ഞാൻ പബ്ലിക് എക്സാമിന് വരെ എൻ്റെ മൈൻഡിൽ കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷമാണ് ഈ ബുക്ക് മാറിയെങ്കിലും അതിന് മുന്നത്തെ വർഷം ഈ ചാപ്റ്റർ ഉണ്ട്. ആ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാധനം നന്നായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആക്കി വെക്കണം. 3 മാർക്കിന് ചോദിക്കും. നിങ്ങൾ എത്രയേ ഉള്ളൂ. ആരെ കുറിച്ചാണെങ്കിൽ ഈ പേര് നിങ്ങൾക്ക് അറിയാലോ. ഈ പേരിൽ ഇവരാരാണ്, എന്ത് ചെയ്തു, എന്താണ് ഫലം, ഇത്രയും ആൻസർ നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ഞാൻ ഒറ്റ ആളുടെ മാത്രം എടുത്തുതരാം. വോൾട്ടേർ ആരാണെന്നാണ് ആദ്യത്തെ ചോദ്യം. വോൾട്ടേർ നോക്കിക്കോളി. വോൾട്ടേർ വാസ് എ ഫിലോസഫർ ആണ്, ഹിസ്റ്റോറിയൻ ആണ്, സ്ട്രാറ്റജിസ്റ്റ് ആണ് ആൻഡ് ഫിലാന്ത്രോഫിസ്റ്റ് ആണ്. അപ്പൊ ആരങ്ങ് കിട്ടിയല്ലോ, നിങ്ങൾക്ക് എല്ലാം 2 പോയിന്റ് കിട്ടിയാൽ മതി. എന്ത് ചെയ്തു? ഹി കണ്ടിന്യൂസ്ലി ക്രിട്ടിസൈസ് ദ ക്ലർജി ത്രൂ ഹിസ് ആർട്ടിക്കിൾസ്. തന്റെ ലേഖനങ്ങളിലൂടെ പുരോഹിതന്മാരെ നിരന്തരം എന്ത് ചെയ്തു, വിമർശിച്ചു. എന്താ ഫലം? ഹി വാസ് എക്സ്പെൽഡ് ഫ്രം ഫ്രാൻസ് ഡ്യൂ ടു ദിസ് എന്ത് ചെയ്തു, സ്റ്റാൻഡ്സ് ആൻഡ് റൈറ്റിംഗ്. അദ്ദേഹത്തിന്റെ നിലപാടുകളും രചനകളും മൂലം എന്ത് ചെയ്തു, അദ്ദേഹത്തെ ഫ്രാൻസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. സോ വോൾട്ടേർ കൃത്യമായിട്ട് ആരെ ക്രിട്ടിസൈസ് ചെയ്തു? ക്ലർജീസിനെ. അത് ജനങ്ങൾ കൃത്യമായിട്ട് മാറി. ജനങ്ങൾക്ക് വാശി. അതുവരെ വാശിയുണ്ടോ? ഇല്ല. രാജാവ് പറഞ്ഞത് ഇങ്ങനെ ചെയ്തു പോകുന്ന ആൾക്കാരാണ് ആദ്യത്തെ വോൾട്ടേർ. ഇതേപോലെ റൂസിയും വന്ന്. റൂസോ ആരാണ്? ആദ്യത്തെ ചോദ്യം. ഫിലോസഫർ ആണ്, പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ആണ്. എന്താണ് ചെയ്തത്? അദ്ദേഹം എന്ത് ചെയ്തു? ഡിഫൈൻ ദ റിലേഷൻ ബിറ്റ്വീൻ സിറ്റിസൺ ആൻഡ് സ്റ്റേറ്റ് കൃത്യമായിട്ട് പറഞ്ഞു. അവസാനം എന്ത് ചെയ്തു? ഇദ്ദേഹം പുറത്താക്കുകയും അല്ലെങ്കിൽ ഇയാളെ വാക്കുകൾ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു വന്നു. ചിലപ്പോൾ 1 മാർക്കും ചോദിക്കും. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവ്രി ഹീസ് ഇൻ ചെയിൻ. അപ്പൊ നോക്കിക്കോട്ടോ, മനുഷ്യൻ സ്വതന്ത്രമായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ്. അപ്പൊ നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, റൂസോന്റെ ഡയലോഗ് വെക്കാൻ നിങ്ങൾ റൂസോ ലൂസായി കിടക്കുന്ന സാധനം എന്താണ്? ചെയിനാണ്. അപ്പൊ ആ ചെയിൻ ഈല് വന്നതാന്നുള്ള ഒരു ഐഡിയ മക്കൾ എന്ത് ചെയ്യുക, വെക്കുക. സോ ഇതേപോലെ തന്നെ മോണ്ടസ്ക്യൂ എന്ത് ചെയ്തത് കൃത്യമായിട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ നോക്കിയാൽ മതി. ഇവര് പുറമെ ജോൺ ലോക്കും അതേപോലെ തന്നെ ഫിസിയോഗ്രാറ്റുകളും കൃത്യമായിട്ട് എന്ത് ചെയ്തു, അന്നത്തെ പ്രശ്നങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അതിൽ എന്ത് മാറ്റം കൊണ്ടുവരുന്നു കൃത്യമായിട്ട് പറഞ്ഞു. ഈ 4 ആൾക്കാരുടെ വർത്തമാനങ്ങൾ, 3 ആള് പ്ലസ് 2 ആൾക്കാർ, 5 ആൾക്കാർ കൃത്യമായിട്ട് പറഞ്ഞതോടെ അതിന് മുന്നേ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുക. ആ സമയത്ത് ഈ ഐഡിയോളജി വരുന്നത്. അപ്പൊ രാജാവ് തീരുമാനിച്ചു, എന്തായാലും ജനങ്ങളോടൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, തീരുമാനം എടുക്കാം. അതാണ് എല്ലാവരും എങ്ങോട്ട് വിളിച്ചു ചേർത്താണ്, എസ്റ്റേറ്റ് ജനറലിലേക്ക് എന്ത് ചെയ്തു, രാജാവ് വിളിച്ചു ചേർത്തു. എല്ലാവരും എസ് ടി ജനറലെത്തി. എസ് ടി ജനറലിന്റെ പ്രത്യേകം എന്താ അറിയണോ? കുറെ കാലത്തിന് ശേഷമാണ് എസ് ടി ജനറൽ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. കാരണം എന്തിനാ നോക്കിയോളി, എന്ത് ചെയ്തു, സെവറൽ എക്കണോമിക് ക്രൈസിസ് ദാറ്റ് ഫ്രാൻസ് ഫേസ്ഡ് ഇൻ 18th century. To overcome ഇത് എന്ത് ചെയ്യാൻ, ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെസസറി ടു ഇമ്പോസ് ന്യൂ ടാക്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് 3 ആൾക്കാരും ആഫ്റ്റർ 175 years 175 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തത്, വിളിച്ചു ചേർത്തത്. ബട്ട് എല്ലാവരും ഒരുമിച്ചായിരുന്നു അല്ല. ദിസ് എസ്റ്റേറ്റ് ഓൾസോ വാസ് ഡിവൈഡഡ് ഇൻ ടു 3 എസ്റ്റേറ്റ് മെറ്റ് സെപ്പറേറ്റ്ലി. 3 ആൾക്കാരും 3 രീതിയിലായിരുന്നു ഇരുന്നത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റേജിൽ 285 ആൾക്കാരുണ്ട്, സെക്കൻഡ് സ്റ്റേജിൽ 308 ആൾക്കാരുണ്ട്, തേർഡ് സ്റ്റേജിൽ 621 ആൾക്കാരുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ സെക്കൻഡ് സ്റ്റേജിലെ ആൾക്കാർ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് ഇനി തിരഞ്ഞെടുത്തിരുന്നത്. പാരമ്പര്യത്തെ നമ്മൾ ഇംഗ്ലീഷിൽ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കും. തേർഡ് സ്റ്റേജിൽ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ ഇനി ഉണ്ടായിരുന്നത്. സോ ഇവർ വന്നു, ടാക്സ് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്തു, നിയമിച്ചു. സാധാരണ അവിടെ വോട്ടിംഗ് സിസ്റ്റം നടക്കൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ടൈം എവറി എസ്റ്റേറ്റ് ആ സിംഗിൾ വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓരോ എസ്റ്റേറ്റിനും ഒരാൾ എന്ത് ചെയ്യും, വോട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്തു, ഇവർ ആദ്യം ഒരു സാധനം ഇറക്കി. ഫസ്റ്റ് സ്റ്റേറ്റ് ആയാലും സെക്കൻഡ് സ്റ്റേറ്റ്, തേർഡ് സ്റ്റേറ്റ് ആയാലും ഫസ്റ്റ് സ്റ്റേറ്റ് ആയിരുന്നു സാധാരണ പോലെ ടാക്സ് കൂട്ടാം. സാധാരണ എന്ത് ചെയ്യുക, തേർഡ് സ്റ്റേറ്റിന് നമുക്ക് ടാക്സ് കൂട്ടി കൊടുക്കാം, അതല്ലേ ചെയ്യാറെന്ന് ചോദിച്ചു. ഇപ്പോൾ സാധാരണ സിംഗിൾ വോട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവർ ഓരോ സ്റ്റേറ്റിനും ഓരോരുത്തരെ വോട്ട് ചെയ്യാനുള്ളൂ, ഒരുത്തനെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇവർ 2 ടീമാവും. അപ്പോൾ 2:1 ആണ് വോട്ട് തരിക. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവർക്ക് ഇങ്ങനെ കിട്ടല്. ഇതാണ് പ്രീവിയസ്ലി ടൈം എവറി എസ്റ്റേറ്റ് ആ സിംഗിൾ വോട്ടിംഗ് റൈറ്റിലൂടെ നടക്കാറുള്ളത്. ബട്ട് ദിസ് ടൈം the third estate demand every individual members needed single voting right. അതാ പറഞ്ഞേ, നിങ്ങൾ ആപ്പ് സാധനം നിർത്തിയാലേ. കാരണം ഇപ്പോൾ തേർഡ് സ്റ്റേറ്റിൻ്റെ കയ്യിലാണ് മിഡിൽ ക്ലാസ് ഉഷാറായി. ഓരോ ബാങ്കേഴ്സ് ഓരോ കടം കിട്ടണമെങ്കിലൊക്കെ തേർഡ് സ്റ്റേറ്റിൻ്റെ കയ്യിലാണ്. മാത്രമല്ല ഐഡിയോളജിസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, റൂസോ മോണ്ടസ്ക്യൂ ഒക്കെ പറഞ്ഞ, വോൾട്ടേർ ഒക്കെ പറഞ്ഞത് ഇവർക്ക് ഭയങ്കരമായിട്ട് നിൽക്കാം.
ആ സമയത്ത് തേർഡ് എസ്റ്റേറ്റുകാർ എന്ത് പറഞ്ഞു, ഓരോ എസ്റ്റേറ്റിലെ അല്ലെങ്കിൽ 3 എസ്റ്റേറ്റിലെ ഓരോ അംഗങ്ങൾക്കും ഓരോ വോട്ട് വേണം എന്നുള്ളത് എന്ത് ചെയ്ത് പറഞ്ഞു. 285 ആൾക്കും 308 ആൾക്കും 621 ആൾക്കും വോട്ടാണ് പറഞ്ഞു. കാരണം എന്താ, 285ഉം 308ഉം ഒരുമിച്ച് നിന്നാൽ പോലും നോക്കിക്കോട്ടോ, 8-5 കൂട്ടുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യുള്ളൂ, ഇവരെ അടുത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എത്താൻ കഴിയില്ല, അത്രയും ആൾക്കാരുണ്ട്. സോ നിങ്ങൾ ആലോചിക്ക്, ഇത് രാജാവ് സമ്മതിക്കോ? നിങ്ങൾ വെറുതെ ആദ്യമായിട്ട് ഇത് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ഇതാക്കിയിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നോ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. രാജാവ് സമ്മതിക്കോ? ഇത് അടുത്ത സമ്മതിക്കോ? ഇല്ല, രാജാവ് ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസണിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. സോ അവിടെ എന്ത് ചെയ്തു, വലിയൊരു ഇഷ്യൂലേക്ക് വന്നു, അവിടെ കൃത്യമായിട്ട് പ്രശ്നങ്ങൾ വന്നു. ഇത് ആർക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. കിങ് ലൂയിസ് 16 ഡിഡ് നോട്ട് മേക്ക് എനി പ്രിപ്പറേഷൻ ടു റിസോൾവ് ദീസ് പ്രോബ്ലം. ദാറ്റ് ബിക്കോസ് അവിടെ വലിയ ഇഷ്യൂയിലേക്ക് മാറി. ദ തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്തറിയോ, അവർ കൂട്ടമായിട്ട് തരുന്നു, ഇത് തീരുമാനം എടുക്കാതെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, മുന്നോട്ട് പോകില്ല, ഞങ്ങൾ എന്ത് ചെയ്യും, വേറെ സഭയായിട്ട് നാഷണൽ സഭയായിട്ട് മുന്നോട്ട് പോകുന്ന പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഇങ്ങനെ വന്നപ്പോൾ രാജാവ് എന്ത് ചെയ്തറിയോ, ദ തേർഡ് എസ്റ്റേറ്റിനൊക്കെ അവിടെ എന്ത് ചെയ്തു, ഒരു ഹാളിലേക്ക് ലോക്ക് ചെയ്ത് മാറ്റി. അപ്പൊ ഈ ലോക്ക് ചെയ്ത് തേർഡ് എസ്റ്റേറ്റുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. തേർഡ് എസ്റ്റേറ്റുകാർ എന്ത് ചെയ്തു, റെഫ്യൂസിങ് സൈലൻസ് ദേ മാർച്ച് ടു നിയർ ബൈ ദ ടെന്നീസ് കോർട്ട്. രാജാവ് ഒരു തീരുമാനം എടുക്കാതെ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി നേരെ തൊട്ടപ്പുറത്ത് ടെന്നീസ് കോർട്ട് പോയി. എന്നിട്ട് ടെന്നീസ് കോർട്ടിൽ അവർ തീരുമാനിച്ചു, ദേ സെയർ ഓത്ത് നെവർ ഡിസ്ബാൻഡ് അൺടിൽ ദേ ക്രിയേറ്റ് എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫ്രാൻസ്. ഇനി ഫ്രാൻസിനൊരു ഭരണഘടന ഉണ്ടാക്കാതെ, ഞങ്ങളൊരു ഭരണഘടന ഉണ്ടാക്കാതെ ഞങ്ങൾ വിട്ടുപിരിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയി. ഇതിനെ വിളിക്കുന്ന പേരാണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്നറിയാം. അതിന്റെ നേതാക്കന്മാരായിരുന്നു യാങ് സിൽവിയാൻ ബെയ്ലി, അബേസിയാസ് മിറാബോ. അപ്പൊ ചിലപ്പോൾ എൻ്റെ മക്കൾ ചോദിക്കും, എന്താ മാർക്ക് ചോദിക്കാറിയോ, എന്താണ് ടെന്നീസ് കോർട്ട് ഓത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ് ജനറൽ മീറ്റിംഗ് നടത്തി. പക്ഷെ ആ മീറ്റിംഗിൽ എന്ത് ചെയ്തു, എവറി ഇൻഡിവിജ്വലിനും വോട്ട് വേണം പറഞ്ഞു. രാജാവ് സമ്മതിച്ചില്ല. രാജാവ് സമ്മതിക്കാൻ മാത്രമല്ല, തേർഡ് സ്റ്റേറ്റിന് എന്ത് ചെയ്തു, ലോക്ക്ഡ് ദ ഹാൾ. ആഫ്റ്റർ എന്ത് ചെയ്തു, അവിടുന്ന് ഇറങ്ങി നിയർ ബൈ ദ ടെന്നീസ് കോർട്ട് പോയിട്ട് അവർ തീരുമാനം എടുത്തു, ഇനി ഇതുണ്ടാക്കാതെ. അതോടെ എന്ത് ചെയ്തു, അവിടുന്ന് ടീം അവിടുന്ന് സെറ്റായി ഏറ്റവും അടിപൊളിയായിട്ട് എന്ത് ചെയ്തു, ആ തേർഡ് സ്റ്റേറ്റുകാർ മാറി. തേർഡ് സ്റ്റേറ്റിനെ എന്ത് വിളിക്കാൻ തുടങ്ങി, നാഷണൽ സഭ എന്ന് എന്ത് ചെയ്യാൻ വെച്ച് വിളിക്കാൻ തുടങ്ങി, ഫ്രാൻസിന്റെ നാഷണൽ സഭ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രശ്നം നോക്കിക്കോളി. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കിങ് ലൂയിസ് 16 ഡിസ്മിസ് ഹിസ് അഡ്വൈസർ നെക്കർ ഓർഡർ ടു ഹിം ലീവ് പാരീസ് ആൻഡ് ന്യൂസ് സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ. ഈ പ്രശ്നങ്ങളൊക്കെ മുന്നിൽ ആദ്യം പറഞ്ഞത് നെക്കറാണ്, ഫിസിയോക്രാറ്റിലെ നെക്കറാണ് മുന്നോട്ട് പറഞ്ഞത്. നമ്മൾ പറയില്ലേ ഫിസിയോക്രാറ്റുകൾ നമ്മൾ ഇതിൽ ഐഡിയോളജിസിൽ. അപ്പം ആ ലൂയി 16 തൻ്റെ ഉപദേഷ്ടാവായ നെക്കർ ഒഴിവാക്കുകയും പാരീസ് വിട്ടുപോകാൻ പറഞ്ഞു. ഇനിയാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം, ഇനി ഇവിടുന്ന് പോകണം പറഞ്ഞു. ബട്ട് ആഫ്റ്റർ ഇത് എന്ത് ചെയ്തു, നാഷണൽ സഭയായിട്ടുള്ള തേർഡ് സ്റ്റേറ്റുകാർക്ക് പറ്റിയില്ല. തേർഡ് സ്റ്റേറ്റുകാർ എന്ത് ചെയ്തറിയോ, ജൂലൈ 14, 1789 ദ ബാസ്റ്റിൽ ഓഫ് പ്രിസൺ ഇൻ പാരീസ് വിച്ച് വാസ് സിംബൽ ഓഫ് ബോർബൺ ഡെസ്പോയിറ്റിസം വാസ് ഡിസ്ട്രോയിഡ്. അവർ നേരെ പോയിട്ട് എന്ത് ചെയ്തു, ആ കൊട്ടാരം തകർത്തു. വിത്തിൻ ദ ഹോഴ്സ്, ഒരു മണിക്കൂറോളം മാത്രം. പാരീസ് എന്ത് ചെയ്തു, വാസ് ബ്രോട്ട് അണ്ടർ ദർ കൺട്രോൾ. എന്നിട്ട് എന്ത് ചെയ്തു, അവരെ കൺട്രോളിലേക്ക് എന്ത് ചെയ്തു, ഇത് മാറ്റി. ആദ്യമായിട്ട് എന്ത് ചെയ്തു, ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇതുമായിട്ട് പറയാം. മാത്രമല്ല അന്ന് ടാക്സ് കളക്ടേഴ്സിനൊക്കെ എന്ത് ചെയ്തോ, അവിടെ എന്ത് ചെയ്തു, പുച്ഛിച്ച് വിട്ട് കോപത്തിനേക്ക് ഇങ്ങാളായിട്ട് അതിന് പിരിവിന് വന്നിട്ടുണ്ടെങ്കിൽ എന്താകും. അഥവാ തേർഡ് സ്റ്റേറ്റിന് കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു മാറി. ആര് പേടിച്ചു മക്കളെ, രാജാവ് പേടിച്ച്. രാജാപ്പൻ എന്ത് ചെയ്തറിയോ, രാജാവ് എന്ത് ചെയ്തു, എങ്ങനെയും പിടിച്ചു നിൽക്കണമല്ലോ. അതെന്ത് ചെയ്തു, ദേശീയ സഭ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊച്ചിന്, ആ നാഷണൽ അസംബ്ലി കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് എന്ത് ചെയ്തു, രാജാപ്പൻ എന്ത് ചെയ്തു, പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അബോളിഷൻ ഓഫ് സ്ലേവറി, ടേക്കിംഗ് അവേ സ്പെഷ്യൽ പവർ വെസ്റ്റ് നൊബിലിറ്റി, പ്രഭുക്കരുടെ പ്രത്യേക അധികാരങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. മാത്രം അബോളിഷ് ദ ടാക്സ് ദ പീപ്പിൾ ഹാഡ് ടു പേ കാത്തലിക് ചർച്ച്. ജനങ്ങൾ കത്തോലിക്ക സഭ നിൽക്കേണ്ട കരമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊന്നും ഇനി കൊടുക്കൂല, നിർത്തലാക്കിച്ച് എന്ത് രാജ്യം ദുഃഖങ്ങൾ ഒഴിവാക്കിക്കൊള്ളായിരുന്നു. ക്യാൻസലൈസേഷൻ ഓഫ് അഡീഷണൽ ടാക്സ്, അധികമായി ചുമത്തുന്ന നികുതികളൊക്കെ റദ്ദാക്കി. അപ്പം എട്ടക്ക് ചോദ്യം ചോദിക്കും, ദേശീയ സഭ കൊണ്ടുവന്ന, ഇങ്ങനെ ചോദിക്കട്ടോ, ദേശീയ സഭ കൊണ്ടുവന്ന റിഫോർമേഷൻ എന്താ ചോദിച്ചാൽ ഇതാണ് ആൻസർ. ഫ്രഞ്ച് വിപ്ലവത്തിന് റിസൾട്ട് ഇതല്ല, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ റിഫോർമേഷൻ ഇതല്ല, ഇത് ദേശീയ സഭ ബാസിലോ പ്രസിഡന്റിന് ശേഷം ഈ കാര്യങ്ങൾ കൊണ്ടുവന്നു. രാജാവിനെ ഭരിക്കാൻ തുടങ്ങി. പക്ഷെ രാജാവ് എന്ത് ചെയ്തില്ല, ഭരണം അധികം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, രാജാവിന് പ്രശ്നങ്ങൾ വരികയാണ്. ആ സമയത്ത് ഇവരെ കൂടെ ആരും കൂടി ഇറങ്ങി, സ്ത്രീകളും ഇറങ്ങി. മക്കളൊരു കാര്യം മനസ്സിലാക്കിയേക്കാം, വുമൻസിനെ കുറിച്ച് എവിടെ പഠിക്കുകയാണെങ്കിലും, ഏതിൽ വുമൻസിനെ കുറിച്ച് നിങ്ങൾ സോഷ്യൽ എവിടെ പഠിക്കുകയാണെങ്കിലും അത് നന്നായിട്ട് പഠിച്ചു. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. കുറച്ചേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അതിൽ 2 ആൾക്കാരാണ് എന്ത് ചെയ്തത്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തത്, നന്നായിട്ട് മുന്നോട്ട് വന്നത്. അതിൽ ഒരാളാണ് ഒളിമ്പിയ ദി കോഷ് എന്ന് പറയും, അടുത്ത ആളാണ് മാഡം യാങ് റോളണ്ട്, അല്ലെങ്കിൽ മാഡം ജീൻ റോളണ്ട് എന്ന് വിളിക്കും. ഇദ്ദേഹം ഒളിമ്പിയ ദി കോഷ് എന്തിനാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വുമൺ റൈറ്റിന് വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്തത് വന്നിരുന്നത് ഈസ് ആക്ടിവിറ്റീസ് ഇൻ ഫ്രാൻസ് ആണ്. അത് പൊതുപ്രവൃത്തിയാണ്, സ്ത്രീകൾ അവകാശങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു ആ കാലത്ത് പ്രയത്നിച്ചു. മാഡം യാങ് റോളണ്ട് പ്രയത്നിച്ചത് എന്തൊക്കെ കൊണ്ടുവന്നു, സ്ത്രീകൾ റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തിന് മേലെ അവകാശം കൊടുത്തു, റൈറ്റ് ടു ഡിവോഴ്സ്. അന്ന് ഇവർക്ക് വിവാഹമോചനത്തിനുള്ള അവകാശമൊന്നുമില്ല. ഇനി
ആണിന് വിവാഹമോചനം ചെയ്യാൻ പെണ്ണും ചെയ്യാൻ പറ്റില്ല. ഇനി പെണ്ണ് സഹിച്ചിക്കണ്ടിനി. ബട്ട് ദ മാഡം യങ് റോളണ്ട് വന്നതിന് ശേഷം എന്ത് ചെയ്തു, സ്ത്രീകൾക്ക് എന്ത് ചെയ്തു, വിവാഹമോചന അവകാശം എന്ത് ചെയ്തു, കൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്തു. എന്ത് ചെയ്തു, രാജ്യത്ത് എന്ത് ചെയ്തു, മാറ്റങ്ങൾ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇപ്പം ആദ്യ പരിഷ്കരണം കൊണ്ടുവന്നു, സ്ത്രീകൾക്ക് മാറ്റം കൊണ്ടുവന്നു. ഇതിനുശേഷം എന്ത് ചെയ്തു, നാഷണൽ അസംബ്ലി പുതിയൊരു ഭരണഘടന ഇറക്കി. ആ ഭരണഘടനയിൽ എന്ത് ചെയ്തു, എല്ലാ മനുഷ്യന്മാർക്കും ഈക്വലായിട്ട് സാധനങ്ങൾ നടപ്പാക്കാന്ന് പറഞ്ഞു. സോ അതോടെ എന്ത് ചെയ്തു, ഫ്രഞ്ചിൽ വലിയൊരു മാറ്റത്തിനേക്ക് എന്ത് ചെയ്തു, മാറി. നോക്കിക്കോളി എന്തൊക്കെയാണ് ആഫ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷമുള്ള മാറ്റം. ഓക്കെ കേട്ടോ, രാജ്യത്ത് മൊത്തമായിട്ട് മാറട്ടോ. രാജ്യത്താകമാനം എന്ത് ചെയ്തു, യൂണിഫൈഡ് കറൻസി ഇറക്കി. മാത്രമല്ല രാജ്യത്തായിരിക്കുന്ന ഭരണഘടന യൂണിഫൈഡ് കറൻസി മാത്രമല്ല, അതേപോലെ എന്ത് ചെയ്തു, യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. കറൻസിൻ്റെ പേര് അസൈനേറ്റ് എന്നാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന പ്രോപ്പർട്ടീസ് കൺട്രോൾ റിലീജിയസ് ലീഡേഴ്സ്, മതമേധാ നിയന്ത്രണ സ്വത്തുകളൊക്കെ എന്ത് ചെയ്തു, കോൺഫിക്കേറ്റഡ് അഥവാ കണ്ടുകെട്ടി. മാത്രമല്ല ഡിക്ലെയർ ദ കംപ്ലീറ്റ് റിലീജിയസ് ടോളറൻസ്, പൂർണ്ണ മതസഹിഷ്ണുത എന്ത് ചെയ്തു, പ്രഖ്യാപിച്ചു. ക്ലർജി ബിക്കം സാലറീഡ് ഗവൺമെന്റ് എംപ്ലോയി, പുരോഹിതന്മാർ ഗവൺമെന്റ് ശമ്പളം പറ്റുന്നവരാക്കിയിട്ട് ഒരു സാധാരണക്കാരനാക്കിയിട്ട് എന്ത് ചെയ്തു, ക്ലർജീസിനെ മാറ്റി. അങ്ങനെ നിൽക്കുകയാണ് രാജാവ്, ആകെ പ്രശ്നത്തിൽ നിൽക്കുക. ബട്ട് ഇപ്പോഴും മനസ്സിലാക്കിയേക്കാം, നമ്മളെ രാജ്യം ഭരിക്കാൻ ഒരു നേതാവില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആകെ പ്രശ്നങ്ങൾ ഒന്നും കൂടി മാറുന്നത്. അതാണ് സെപ്റ്റംബർ മസാക്കർ. മക്കളെ, ഈ ഒരു ഭാഗം എല്ലാവർക്കും നന്നായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഭാഗമാണ്. എനിക്കറിയാം നിങ്ങൾക്കും ഇത് കൺഫ്യൂഷൻ ഉണ്ടാവും. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നോക്കിക്കോട്ടെ, ഞാൻ ഇത് ഷോർട്ടാക്കാണ്. ഇവിടെ കിങ് ആയിരുന്നു ഭരിച്ചിരുന്നത്. കിങ്ങിന്റെ കയ്യിൽ നിന്ന് ആരാണ് ഇപ്പൊ നേതൃത്വം എടുത്തത്, തേർഡ് എസ്റ്റേറ്റുകാരെടുത്ത്. തേർഡ് എസ്റ്റേറ്റുകാർ ഞാനൊരു പേര് വിളിച്ചിനി, നാഷണൽ അസംബ്ലി എന്ന് വിളിക്കും. ഇപ്പം നാഷണൽ അസംബ്ലിൻ്റെ കയ്യിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നാഷണൽ അസംബ്ലി ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നാഷണൽ അസംബ്ലിയിൽ നിന്ന് പുതിയൊരു ടീം എന്ത് ചെയ്യുന്നത് വരുന്നത്. നോക്കിയോളി, 1792 എ ന്യൂ ഗവേണിംഗ് ബോഡി കോൾഡ് നാഷണൽ കൺവെൻഷൻ കെയിം ഇൻ ടു ബീങ് ദ പ്ലേസ് ഓഫ് നാഷണൽ അസംബ്ലി. സോ എന്ത് ചെയ്തു, ഇതിനുശേഷം നാഷണൽ കൺവെൻഷൻ എന്ന് പറഞ്ഞ ടീം വന്നു. നിങ്ങൾ ആലോചിക്കട്ടോ, ഈ ടീമാണ് ഭരണഘടന ഇറക്കിയത്, നാഷണൽ അസംബ്ലിയാണ് ഭരണഘടന ഇറക്കിയത്. നാഷണൽ അസംബ്ലിയാണ് എന്തുവരെ രാജാവിൻ്റെ ആയിരുന്ന ആദ്യത്തെ റിഫോർമേഷൻ വരെ കൊണ്ടുവരുന്നത് അസംബ്ലിയാണ്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, 1792 നാഷണൽ കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടീം എന്ത് ചെയ്യുന്നത്, ഭരിക്കുന്നത്. ദ നാഷണൽ കൺവെൻഷൻ ഡിക്ലെയർ ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക്. അപ്പം നോക്കിക്കോളി, ഇവരിതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് റിപ്പബ്ലിക് പ്രഖ്യാപിച്ചത് ആരാണ് എന്ന് മനസ്സിലാക്കി വെക്കുക, നമ്മളുടെ നാഷണൽ കൺവെൻഷനാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, അവരെന്ത് ചെയ്തു, മെല്ലെ ഇത് ആർക്കും മാറ്റി, ജോക്കോബിയൻ സീസ്ഡ് ദ കൺട്രോൾ ദ ഫ്രാൻസ്. നോക്കിയാൽ കേട്ടോ, രാജാവിൽ നിന്ന് തേർഡ് എസ്റ്റേറ്റ് എടുത്തു, തേർഡ് എസ്റ്റേറ്റിന് നാഷണൽ അസംബ്ലി എന്ന ടീം വന്നു. അതിനുശേഷം എന്ത് ചെയ്തു, നാഷണൽ കൺവെൻഷൻ വന്നു, അവർ റിപ്പബ്ലിക് ആക്കി. ആ റിപ്പബ്ലിക്കിന് ശേഷം ഇത് ആര് ഭരിക്കാൻ തുടങ്ങി അറിയോ, ജോക്കോബിയൻസ്. കാരണം വേറെ ഇതൊക്കെ വെവ്വേറെ ടീം കേട്ടോ. ജോക്കോബിയൻസ് എന്ന് പറഞ്ഞ ടീം എന്ത് ചെയ്തു, ഇത് ഭരിക്കാൻ തുടങ്ങി. എന്നിട്ട് നോക്കിക്കോട്ടോ, ഫ്രാൻസ് ഹാഡ് ബിക്കം എ റിപ്പബ്ലിക്. ഏത് റിപ്പബ്ലിക് മാറിയതിനു ശേഷം അവർ വരുന്നത്. വെൻ മേജർ യൂറോപ്പ് ലൈക്ക് ബ്രിട്ടൻ, ഓസ്ട്രിയ, റഷ്യ അറ്റാക്ക്ഡ് ഫ്രാൻസ്. ആ സമയത്ത് അവിടെ നമുക്കൊരു രാജാവില്ല. നേരത്തെ ബോർബൻ രാജാവാണ്, ഇപ്പം രാജാവില്ലല്ലോ. അപ്പം എന്ത് ചെയ്തു, ഈ ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയൊക്കെ ഫ്രാൻസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ ജോക്കോബിയൻസ് എന്ത് ചെയ്തു, ഒരു കമ്മിറ്റി ഉണ്ടാക്കി. കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി വാസ് ഫോംഡ് ടു ഡീൽ വിത്ത് ദ സിറ്റുവേഷൻ. അതെന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി, കേട്ടോ, കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി എന്ത് ചെയ്തു, അവർ ക്രിയേറ്റ് ചെയ്തു. പബ്ലിക് സേഫ്റ്റി എന്ത് ചെയ്തു, കിട്ടാക്കി മാറ്റി, നേരിട്ട് വന്നു. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിറ്റി പാരീസ് വാസ് ദ ഹാൻഡ് ഓഫ് ഡാൻഡൻ, ഹെർബർട്ട്, മാരറ്റ്, റോബോസ്പിയർ. എന്നിട്ട് മാത്രമല്ല, ഈ കമ്മിറ്റിയിൽ ആകെ നേതാക്കന്മാരായിട്ട് ഇവരെ കൊണ്ടുവന്നു, മാരറ്റ്, ഡാൻഡൻ, റോബോസ്പിയർ. നോക്കിയാൽ ഇവരാണ് അവിടെ ആകെ പ്രശ്നം എന്ത് ചെയ്യുന്നുണ്ടാക്കുന്നത്. ഈ ആൾക്കാരെ പേരിൻ്റെ മക്കൾ മൈൻഡിലേക്ക് വെക്കണേ. നോക്കിയാൽ കേട്ടോ, ഡാൻഡൻ, മാരറ്റ്, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ അതേ, റോബോസ്പിയർ. ഒന്ന് പറഞ്ഞു നോക്കിയിട്ട് എൻ്റെ മക്കൾ, നിങ്ങൾ ഇങ്ങനെ എഴുതി നോക്കി, അപ്പോൾ നിങ്ങൾക്ക് ആ കഥ പോലെ കിട്ടും. ഒരു ടൈം ലൈൻ വെച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് കിട്ടും കേട്ടോ. അവരെന്ത് ചെയ്തു, ഭരിക്കാൻ തുടങ്ങി. മാത്രമല്ല ഇവരെന്ത് ചെയ്തു, ഇവർ വന്നതിന് ശേഷമാണ് രാജാവിനൊക്കെ കൊല്ലണം എന്ന രീതിയിലേക്ക് മാറി. രാജാവിൻ്റെ ആൾക്കാരായിട്ടുള്ള നോബിൾസ്, പ്രീസ്റ്റ്, സപ്പോർട്ടേഴ്സിനൊക്കെ എന്ത് ചെയ്തു, ഇവർ ജയിലിലേക്കാക്കി. ജയിൽ ഓവർക്രൗഡഡ് ആയോടെ, പ്രിസൺസ് ഓവർക്രൗഡഡ് ആയതുകൊണ്ട് എന്ത് ചെയ്തു, 1500 പീപ്പിൾസ്, 1500 ആൾക്കാർ എന്ത് ചെയ്തു, കിൽഡ് ഇൻ സ്ട്രീറ്റ് ഓഫ് പാരീസ് കിൽഡ് ചെയ്തു. ഈ സംഭവത്താണ് സെപ്റ്റംബർ മസാക്കർ എന്ന് പറയുക. ഇവരെന്ത് ചെയ്തു, ജയിലിലേക്കാക്കി 1500 ആൾക്കാരെ കൊന്ന സംഭവത്തെയാണെന്ന് വിളിക്കുക സെപ്റ്റംബർ മസാക്കർ. അപ്പം എന്താണ് സെപ്റ്റംബർ മസാക്കർ എന്ന് എൻ്റെ മക്കൾ ഡൗട്ട് ഉണ്ടായിരുന്നത്.
കേട്ടോ. ആദ്യം നാഷണൽ അസംബ്ലി ആയിരുന്നു, 1792 നാഷണൽ കൺവെൻഷൻ വന്നു, അവർ ആദ്യമായിട്ട് റിപ്പബ്ലിക് ആക്കി മാറ്റി. പിന്നീട് അത് ജോക്കോബിയൻസ് ഏറ്റെടുത്തു, അതിൽ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി കൊണ്ടുവന്നു. ആ പബ്ലിക് സേഫ്റ്റി കമ്മിറ്റിയിലെ ആൾക്കാരാണ് ഡാൻറ്റനും മാരിറ്റ്. ഇവരൊരു എക്സ്ട്രീമിസ്റ്റുകളായിരുന്നു, എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് വിളിക്കട്ടെ വരെ, എക്സ്ട്രീമിസ്റ്റുകൾ. അത് എക്സ്ട്രീമിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തീവ്ര ദേശീയവാദികളാണ്. അവർക്ക് പിന്നെ ആര് മതി, രാജാവിന് സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് കൊല്ലണം, ആ രീതിയിലേക്ക് മാറി. ഇപ്പം ഗാന്ധിജി എക്സ്ട്രീമിസ്റ്റ് ആണോ? അല്ല. ഗാന്ധിജി പറഞ്ഞാൽ ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാരൊക്കെ കൊല്ലണമെന്ന് ഗാന്ധിജിക്ക് ഉണ്ടല്ലോ. ഗാന്ധിജിക്ക് ആര് തല്ലാൻ പോലും പറ്റൂല. ഇപ്പോൾ അങ്ങനെയല്ലേ മാരിറ്റും ഡാൻറ്റനും റോബോസ്ഫിയറും ഇവർ അവിടുത്തെ എല്ലാവരും എന്ത് ചെയ്തു, ഇതാക്കി. നല്ലതാണോ വെച്ചാൽ നല്ലതൊന്നുമല്ല. ആ സമയത്ത് എന്ത് ചെയ്തു, 1500 ആൾക്കാർ എന്ത് ചെയ്തു, ഇവരെ കിൽഡ് ചെയ്തു. ഈ സംഭവത്തെ വിളിക്കുന്ന പേരാണ് സെപ്റ്റംബർ മസാക്കർ. സെറ്റാണോ? ടൈം ലൈൻ ആക്കിയപ്പോൾ റെഡിയാണ്. സെറ്റാണെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് എൻ്റെ മക്കളെല്ലാവരും കമൻറ്റ് ചെയ്തേ സെറ്റാണെങ്കിൽ. ഓക്കെ, അത് എൻ്റെ മക്കളെ മൈൻഡിലേക്ക് വെക്കുക. അതിൻ്റെ ചെയ്തു, പുതിയ ടീം വന്നു. പിന്നീട് ആ ടീമും ശരിയാവാതെ വേറെ ടീം കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നു, ആ ഡയറക്ടർ എന്ന് പറയും. പക്ഷെ അവരെന്ത് ചെയ്തില്ല, കൃത്യമായിട്ട് അവിടെ വലിയ സപ്പോർട്ട് ഉണ്ടാക്കിയില്ല. ഡയറക്ടറിന് 5 അംഗ സമിതിയില്ല ആൾക്കാരൊക്കെ ഇനി, പക്ഷെ അവരും കറപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു, മനസ്സിലാക്കിയേക്കാം. അപ്പം ഇതിന് ശേഷം ടീം വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടീമിൻ്റെ പേരാണെന്ത്, ഡയറക്ടർ എന്ന് മനസ്സിലാക്കിയേക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഉറപ്പിച്ച് വെച്ചോ, എൻ്റെ മക്കൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം, അനലൈസ് ദ കോൺസിക്വൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് പ്രിപ്പയർ എ നോട്ട്. അതിൻ്റെ ഫ്രണ്ട് ചർച്ച ചെയ്യാൻ കുറിപ്പ് ചെയ്യുക. നിങ്ങളുടെ ബുക്കിൽ കുറേ പോയിന്റ് ഉണ്ട്, ഞാൻ ഏറ്റവും ഷോർട്ടാക്കിയതാണ് ഇത് പഠിച്ചോളി. ഒന്ന് സ്റ്റിമുലേറ്റഡ് ഓൾ ലേറ്റർ റവല്യൂഷൻ, എല്ലാ വിപ്ലവങ്ങൾക്കും മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദ മദർ ഓഫ് ഓൾ റവല്യൂഷൻ വിളിച്ചത്. പിന്നെ എൻഡഡ് ഫ്യൂഡൽ സിസ്റ്റം, പിന്നെ ലെറ്റ് എമർജൻസ് ഓഫ് നാഷണലിസം. ഓക്കെ, ചെറുത് നിങ്ങൾ എപ്പോൾ എന്ത് ചെയ്യുക അറിയോ, ലേറ്റർ റവല്യൂഷൻ, അതേപോലെ ഫ്യൂഡൽ സിസ്റ്റം എന്ത് ചെയ്തു, എൻഡ് ചെയ്തു, എമർജൻസ് എന്ത് ചെയ്തു, നാഷണലിസം. അതിന് ഒരു ചെറിയ പോയിന്റ് എടുക്കുക, ആ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എൻ്റെ മക്കൾ പെട്ടെന്ന് കിട്ടും. ഉണ്ടല്ലോ, ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്, ആരെ ഗ്രോത്ത് ചെയ്തു, മിഡിൽ ക്ലാസ്സിന്. പിന്നെ ഏത് ഐഡിയ സ്പ്രെഡായി, ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രട്ടേണിറ്റി. അങ്ങ് ചെറുതാക്കി നോക്കി, അപ്പോൾ എൻ്റെ മക്കൾ കിട്ടും. സ്വാതന്ത്ര്യ സമത്വ സ്വാതന്ത്ര്യ ആശയങ്ങൾക്ക് പ്രചാരണം കിട്ടി. പിന്നീട് ഇവിടെ ഭരിക്കാൻ വരുന്നതാണ് നെപ്പോളിയൻ. നെപ്പോളിയൻ്റെ ഈ ഭരണപരിഷ്കാരം നന്നായിട്ട് പഠിച്ചു വെക്കുക മക്കളെ. ഇത് രണ്ടും നന്നായിട്ട് നോക്കി വെച്ചോളി. നിങ്ങൾ അതിലേക്ക് ബാക്കിയുള്ള ഇതൊക്കെ വരും എന്നുള്ളത് ഇതിനെപ്പോഴും ഷോർട്ടാക്കാൻ പറ്റും. നിയമപരിഷ്കാരങ്ങൾ ഒന്ന് കൊണ്ടുവന്നതാണ് നെപ്പോളിയൻ്റെ നിയമസംഹിത കൊണ്ടുവന്നു. ഓക്കെ, കോൺകോർഡറ്റ് എന്താണ്, പോപ്പും ആരും കത്തോലിക്ക സഭയായിട്ട് എന്ത് ചെയ്തു, കരാറുണ്ടാക്കി അവർക്ക് പുനഃസ്ഥാപിച്ചു കൊടുത്തു. വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ലിസെ എന്ന് പറഞ്ഞത് തുടങ്ങി യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ത് ചെയ്തു, സ്ഥാപിച്ചു. സാമ്പത്തിക പരിഷ്കാരങ്ങൾ ബാങ്ക് ഓഫ് ഫ്രാൻസ് ഉണ്ട്, യൂണിഫൈഡ് കറൻസി കൊണ്ടുവന്നു. സൈന്യത്തെ പല ബറ്റാലിയങ്ങളാക്കി എന്ത് ചെയ്തു, പുനഃസംഘടിപ്പിച്ചു എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. ഇതിനിങ്ങനെ കാണാപ്പാടം പഠിക്കരുത്. ഇതിൽ ഞാൻ പറഞ്ഞുതരാം, ഇതിൽ 2 പോയിന്റ്, ഇതിൽ 2 പോയിന്റ്, ഇതിൽ 2 പോയിന്റ്, ഇതിൽ 2 പോയിന്റ് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഞാൻ ആ പോയിന്റ് കാണിച്ചു തരാം. ഫ്യൂഡൽ ലോ വാർ അബോളിഷ്ഡ് ആക്കാം, റിലീജിയസ് ഫ്രീഡം വാർ റെക്കഗ്നൈസ്ഡ് ആക്കി ലീഗൽ റിഫോംസിൽ. കോൺകോർഡിൽ എന്ത് ചെയ്തു, പോപ്പും ആര് എഗ്രിമെന്റ് വിത്ത് പോപ്പ് ആൻഡ് കാത്തലിക് ചർച്ച്, എന്നിട്ട് എന്ത് ചെയ്തു, ഫ്രീഡം റീസ്റ്റോർ ചെയ്തു. ഇവരെന്ത് ചെയ്തു, ലിസേ സ്കൂൾ സ്ഥാപിച്ചു, ഗവൺമെന്റ് സർവീസസ് സ്റ്റാർട്ട്, നാഷണൽ യൂണിവേഴ്സിറ്റി സിസ്റ്റം കൊണ്ടുവന്നു, യൂണിവേഴ്സിറ്റി ഫ്രാൻസ് കൊണ്ടുവന്നു, മനസ്സിലാക്കിയേക്കാം. ഇവിടെ എന്ത് ചെയ്തു, ബാങ്ക് ഓഫ് ഫ്രാൻസ് ഉണ്ടാക്കി, യൂണിഫൈഡ് കറൻസി കൊണ്ടുവന്നു. ആർമി എന്ത് ചെയ്തു, സെവറൽ ബറ്റാലിയൻസ് ആക്കി എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയേക്കാം. ലാസ്റ്റ് ഈ ഒരു ചോദ്യം കൂടി എൻ്റെ മക്കൾ മറക്കരുത്. എന്താണ് കോണ്ടിനെന്റൽ സിസ്റ്റം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എൻ്റെ മനസ്സ് വെറുതെ പറയുന്നുണ്ട്, ഈ വരാൻ പോകുന്ന ഓൺ എക്സാമിനോ അല്ലെങ്കിൽ ഈ ഓൺ എക്സാമിനോ അല്ലെങ്കിൽ മോഡൽ എക്സാമിനോ എൻ്റെ മക്കൾക്ക് ഈ ചോദ്യം ഉണ്ടാവും. എന്നെ പറയുന്നത് ചില പബ്ലിക്കിന് ഒരു 3 പോയിന്റ് ഈ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും വിട്ടുപോകുന്നതാണ്. കോണ്ടിനെന്റൽ സിസ്റ്റം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കോണ്ടിനെന്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നെപ്പോളിയൻ ആർക്ക് എനിമി വാസ് ബ്രിട്ടൻ. നെപ്പോളിയൻ്റെ മുഖ്യ ശത്രുവാണ് ബ്രിട്ടൻ. ഹി വാസ് എന്ത് ചെയ്തു ഡിവൈസ് എ പ്ലാൻ ടു ഡിസ്ട്രോയ് ബ്രിട്ടൻ എക്കണോമിക്കലി. സാമ്പത്തികമായിട്ട് ബ്രിട്ടൻ നശിപ്പിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി. ഫോർ ദിസ് പർപ്പസ് ഹി ഫോർമുലേറ്റ് എ പ്ലാൻ, ദിസ് ഇസ് കോൾഡ് കോണ്ടിനെന്റൽ സിസ്റ്റം. അപ്പോൾ ബ്രിട്ടൻ ഇല്ലാണ്ടാക്കാൻ കൊണ്ടുപോകുന്ന എക്കണോമിക്കലി ആയിട്ടുള്ള ഒരു പ്ലാനാണ് എന്ത് വിളിക്കുക, നെപ്പോളിയൻ്റെ പ്ലാനാണ് എന്ത് വിളിക്കുക, കോണ്ടിനെന്റൽ സിസ്റ്റം. ഇത് പ്രകാരം അക്കോർഡിംഗ് ടു ദിസ് കൺട്രീസ് ദാറ്റ് വർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫ്രാൻസ് ഓർ ഫ്രണ്ട്ലി നേഷൻ ഫ്രാൻസ് വർ ബാൻഡ് ടു ട്രേഡിംഗ് വിത്ത് ബ്രിട്ടൻ. ഇവരെന്ത് ചെയ്ത് പിന്നീട് ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളോ ഫ്രാൻസ് സൗഹാർദ്ദ രാജ്യങ്ങളോ ആരായിട്ട് കച്ചവടം ചെയ്യരുത്, ബ്രിട്ടനായിട്ട് കച്ചവടം നടത്തരുത്. പക്ഷെ ഇത് വിജയിച്ചിട്ടൊന്നുമില്ല. അവസാനം ചെയ്ത് ബോർബൺ ഡൈനസ്റ്റി എന്ത് മാറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ഇവരെന്ത് ചെയ്തു, കുറച്ച് മാറ്റങ്ങൾ ആരും കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മളുടെ ബ്രിട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടിയാണ് പറഞ്ഞത്. സോ ഈ ചാപ്റ്റർ ഒരു 28 മിനിറ്റോടെ ഞാൻ ഇതിൻ്റെ തീർത്തിട്ടുണ്ട് മക്കളെ. ഏറ്റവും ഷോർട്ടാക്കി നിങ്ങൾക്ക് ലാസ്റ്റ് പോകുന്ന സമയത്ത് കണ്ടതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയ ക്ലാസ് നിങ്ങൾ ഈ ലൈവിൽ തന്നെ കൃത്യമായിട്ടുണ്ടാവും. സോ ഇനി ഇങ്ങനത്തെ ചാപ്റ്റേഴ്സ് എൻ്റെ മക്കൾക്ക് വേണമെങ്കിൽ എൻ്റെ മക്കൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, ഈ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഏറ്റവും ഷോർട്ടാക്കി എത്രത്തോളം പറഞ്ഞു തരാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കുക, ബാക്കിയുള്ള ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. കാരണം അവർക്ക് സമയമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും, അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. സോ ഇതേപോലെ വീഡിയോസ് ആയിട്ട് വരും. സോ അരമണിക്കൂറിനുള്ളിൽ ഒരു ചാപ്റ്റർ ഇതേപോലെ ഇനി ഏത് ചാപ്റ്റർ വേണം പോലും എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. സോ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് മക്കൾ കമൻറ്റ് ചെയ്യുക. സോ ഇറ്റ്സ് മീ അമീൻ സർ, ബൈ, സി യു, ലവ് യു ഓൾ. ഉഷാറാക്കി പഠിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, കാണാം.